പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ദൈവം നമ്മോട് കാണിച്ച വലിയ കരുണയാണ് ഈശോയുടെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും. നമ്മളതിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. നാളെ കൂടി കഴിഞ്ഞാൽ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമുക്കതുകൊണ്ട് നല്ല ഭക്തിയോടുകൂടെ ഈ ദിവസങ്ങളിലെ കർമ്മങ്ങളിലും നമ്മുടെ സ്നേഹപ്രവർത്തനങ്ങളിലും ആത്മീയ ശുശ്രൂഷകളൊക്കെ നമുക്ക് പങ്കുചേരാം, ഭക്തിയോടെ പങ്കുചേരാം. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട, എന്നാൽ അവ ഞാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവർത്തികളിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. ഈ പരിശുദ്ധ ബലിയർപ്പണം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ അന്ത്യത്താഴ സമയത്ത് ഈശോ നമുക്കായി നൽകിയ തിരുക്കർമ്മങ്ങൾ, ഈ ശുശ്രൂഷ നമ്മളിത് അനുസ്മരിക്കുമ്പോൾ അത് നടത്തപ്പെടുന്ന ദേവാലയം, ഇതൊക്കെ നമ്മളെത്ര ശ്രദ്ധയോടുകൂടെ വലിയ കാര്യമായിട്ട് നമ്മളത് മനസ്സിലാക്കി പങ്കുചേരേണ്ടതാണ്. നിങ്ങളെൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കും. ഈശോ ഇങ്ങനെ കെഞ്ചണത് പോലെയാണ് പറയണത്. മക്കളെ ഒന്ന് ചെയ്യും മക്കളെ എന്ന് പറയുന്ന പോലെ. അപ്പോഴാണ് നമ്മളെ പള്ളിക്കകത്ത് ഫോൺ ചെയ്യുന്നു. നമ്മൾ ഫോൺ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ മക്കൾ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സക്രാരിയിൽ ഈശോ ഇല്ല എന്നാണോ നിങ്ങളുടെ വിചാരം? ഈ സക്രാരിയിൽ ഈശോയുടെ കൗദാശിക സാന്നിധ്യം ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്കതുകൊണ്ട് പിഴവൊക്കെ പറ്റിപ്പോകുന്നുണ്ട്. എന്നിട്ടും ഈശോ കെഞ്ചുകയാണ്. നമുക്ക് വേണ്ടത് വലിയ അനുഗ്രഹമാണ്. വലിയ കെണികളിലും തകർച്ചകളിലും തടസ്സങ്ങളിലും പെട്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. ഒരു കുഞ്ഞ് സ്നേഹം, ഒരു ഇത്തിരി സ്നേഹം കർത്താവിന് കൊടുക്കുക, കർത്താവിനെ സ്നേഹിക്കുക. നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, എൻ്റെ പ്രവർത്തികൾ വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചതല്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞതല്ലേ. ഇത് ഉള്ളിലേക്ക് തറഞ്ഞു കയറട്ടെ. നമുക്കതുകൊണ്ട് മാപ്പ് ചോദിക്കാം. ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ പ്രാരംഭ ശുശ്രൂഷ അനുതാപ ശുശ്രൂഷയാണ്. നമുക്കതുകൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. മുഴുവൻ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും
ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുവിൻ്റെ പീഡാസഹനം ധ്യാനിക്കുന്നതിൽ പരിശുദ്ധ മറിയത്തെ ഭക്തിപൂർവ്വം അനുകരിക്കാൻ കനിവോടെ അങ്ങ് സഭയ്ക്ക് ഈ കാലയളവിൽ അങ്ങ് നൽകിയല്ലോ. ഈ കന്യകയുടെ മധ്യസ്ഥതയാ അങ്ങജാതനായ ഏകപുത്രനോട് ദിനം പ്രതി ഒന്ന് ചേർന്ന് നിൽക്കുവാനും അവസാനം അവിടുത്തെ കൃപയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു. സർവത്ര പ്രീതി, അവനെതിരെ ആരോപണം നടത്തുക. നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം. എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അവനും വഴിതെറ്റിയേക്കാം. അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം, പ്രതികാരം നടത്തുകയും ചെയ്യാം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും. അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവേ, നീതിമാരെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ, അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ. അങ്ങയിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. കർത്താവിനെ കീർത്തനം പാടുവിൻ, അവിടത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ ദുഷ്ടരുടെ കയ്യിൽ നിന്നും ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു, കർത്താവേ ഞാൻ ഇന്ന് അവസരിച്ചു, അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കേട്ട്. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും. കഷ്ടതയുടെ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. അവിടുന്ന് എന്നെ സംരക്ഷിച്ചു. എനിക്ക് അഭയം തരുന്ന പാറയും
എൻ്റെ പരിചയും രക്ഷാശൃംഖലയും അഭയകേന്ദ്രവും സുദർശനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി. കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. അവിടുന്ന് എൻ്റെ അപേക്ഷ കേൾക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയും ആത്മാവോടും കൂടി. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദൻ യേശുവിനെ എറിയാൻ കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്നും നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു. വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, എന്നാൽ ഈ മനുഷ്യനെപ്പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം, അതിൽ ഈശോയെ അവർ ബന്ധിക്കാൻ ശ്രമിച്ചു. അത് 39-ാമത്തെ വാക്യമാണ്. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് 4-ാമത്തെ തവണയാണ്. ഒരു 7, 8, 9, 10 ഈ അധ്യായങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ മാത്രം 4 തവണയാണ് ഇങ്ങനെ പറയുക. 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. 39-ാമത്തേൽ ബന്ധിക്കാൻ ശ്രമിച്ചു. 31-ലെ കല്ല്
എടുത്തു, എറിയാൻ കല്ലെടുത്തു. ഇനി യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. 7-ാം അധ്യായം 30-ാം വാക്യത്തിൽ, അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല, അവന് സമയം ഇനിയും വന്നിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ചിന്തിക്കുകയാണ്, ഇവന്മാരോടൊക്കെ സംസാരിക്കാൻ ഈശോയ്ക്ക് വേറെ പണിയില്ലേ? ഞാൻ അങ്ങനെയാണ് വെറുതെ കാഷ്വലായിട്ട് നമ്മുടെ മാനുഷികമായ ചിന്തയിലും ഇവന്മാരോടൊക്കെ സംസാരിച്ച് നിൽക്കാൻ എന്തിനാണ്, പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തതുങ്ങളോടൊക്കെ എന്തിനാ പറയുന്നത്? നമ്മൾ തന്നെ പറയല്, ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നൊരു ടീച്ചർ ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം ചിലപ്പോൾ അധ്യാപകർ തമ്മിൽ സംസാരിക്കും. നമുക്ക് നമ്മുടെ കടമ ചെയ്തിട്ട് അങ്ങ് പോവുക, ഇവന്മാരോട് ആത്മാർത്ഥമായിട്ടൊന്നും പെരുമാറിയിട്ട് കാര്യമില്ല എന്ന് പറയും. നമ്മൾ വീട്ടിൽ പറയാറില്ലേ, മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളോട് നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, എത്ര ചെയ്തിട്ടും ഒരു നന്മയുടെ ഒരു ലക്ഷണം പോലും കാണിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഇത് ഈശോ എന്തുകൊണ്ടായിരിക്കാം ഈശോ അത് ചെയ്തത്? ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ടൈറ്റിൽ തന്നെ യേശു ദൈവപുത്രൻ എന്നാണ്. യേശു ദൈവപുത്രൻ. ഈശോ ദൈവപുത്രനാണെന്ന് ഇവരോട് പറയണം. അതാണ് അത് ഈശോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ലക്ഷ്യമെന്താ? എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം, എല്ലാവരും സത്യം അറിയണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് പറയുന്ന വചനം 1 തിമോത്തി 2:4. 1 തിമോത്തി 2:4. എല്ലാവരും അറിയണം, എല്ലാവരും ഈ സത്യം അറിയണം. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് എല്ലാവരും ആ സത്യം അറിയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈശോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പീലാത്തോസ് ചോദിക്കുന്നുണ്ടല്ലോ, സത്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പീലാത്തോസ് ഒരു 3 തവണയാണ് പറയുന്നത്, ഇവനും ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവനും ഞാനൊരു കുറ്റവും കാണുന്നില്ല. അത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ, 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇവന് ഞാനൊരു കുറ്റവും കാണില്ല. ഈ ഈശോയെ രക്ഷിക്കാൻ പീലാത്തോസ് പെടാപ്പാട് പെടുന്നുണ്ട്, പക്ഷേ അതിന് സാധിക്കുന്നില്ല. അപ്പം സത്യം അറിയണം. പീലാത്തോസിന് മനസ്സിലായി. അതിനുശേഷമാണ് ഈശോയെ ഇങ്ങനെ കൽത്തൂണിൽ കെട്ടി അടിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് കടത്തിവിടുന്നത്, ചമ്മട്ടി കൊണ്ട് അടിക്കാനായിട്ട് വിടുന്നത്. എനിക്കൊന്ന് ഈശോ അത് കൂളായിട്ടില്ല, ഈശോ നല്ലതുപോലെ സഹിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഏറ്റെടുക്കാൻ ഈശോ അതും കടന്നുപോയി. ഒരുപക്ഷെ പീലാത്തോസ് പോലും ആ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. എല്ലാവരും സത്യം അറിയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാവരും ആ സത്യം അറിയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നത്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ഇത് ഈശോ പറഞ്ഞു വെക്കുകയാണ്. ഈ സത്യം അറിയണം, ഇതിനു വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ ഈശോയെ ബന്ധിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇവർക്കിടയിൽ ചില ഭിന്നതയുണ്ടായി. അത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലുമുണ്ട്. അവർക്കിടയിൽ ഭിന്നതയുണ്ടായി. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അത് തൊട്ടുമുമ്പുള്ള ഭാഗമാണ്. അത് 31 മുതലാണ് നമ്മൾ ശ്രവിക്കുക. അത് 19-ാമത്തെ വാക്യത്തിൽ, ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. ഇത് അവർ പറഞ്ഞതാ. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. എന്തിനവൻ പറയുന്നത് കേൾക്കണം? ഈശോയുടെ ലക്ഷ്യം എന്താ? സത്യം അറിയണം, എല്ലാവരും സത്യം അറിയണം. ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. ഈശോ അവിടെ നിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിന് അവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, ഈ വാക്കുകൾ പിശാച് ബാധിതൻ്റെതല്ല, പിശാചിന് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ? അപ്പോൾ ഇത് 10-ാമത്തെ അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം. 9-ാം അധ്യായത്തിൽ ഒരു ജന്മന അന്ധനെ സുഖപ്പെടുത്തും. അപ്പോഴാണ് ഒരു പിശാച് ബാധിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു നന്മ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. അത് ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്.
ഈശോയുടെ സംസാരത്തിൻ്റെ റിസൾട്ടാണത്. ഭിന്നത ഉണ്ടാകണം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭൂമിയിൽ സമാധാനം നൽകാനാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുവോ ഭിന്നത നൽകാനാണ്. അത് ലൂക്കായുടെ സുവിശേഷം 12-51 വാക്യത്തിൽ. ഈ 10-ാം അധ്യായത്തിൽ മാത്രമല്ല, 9-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ഫരിസേയർ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാപത്താചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. കണ്ട്, രണ്ടഭിപ്രായം വന്നത് കണ്ടോ? ഇത് സത്യത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഇപ്പം എല്ലാവരും കൂടി പറയണേ, ഇവൻ പറയണ ശരിയല്ല. എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ അത് സാധിക്കില്ല. അപ്പം ഈശോയെ ആശ്വസിപ്പിക്കുന്ന, ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭിന്നത ഉണ്ടായി. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 43-ാം വാക്യത്തിലും ഇതുപോലെ ഒരു സംഭവം പറയുന്നുണ്ട്. ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്. അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ഇപ്പോൾ ഇവൻ ആരാണ് എന്നതിനെക്കുറിച്ചൊരു വാഗ്വാദം, ഒരു സംസാരം അവിടെ ഉണ്ടായി. ഇത് സംഭവിക്കണം, പ്രിയ ദൈവ പൈതലേ, ഇത് സംഭവിക്കണം. ഇനി അപ്പോൾ ഈശോ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. സത്യം അറിയിക്കുക എന്നതാണല്ലോ. അപ്പം സത്യം അറിയിക്കുക എന്ന പ്രോസസ്സിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായത്. ഒരു കൂട്ടര് ഈശോയെ അംഗീകരിക്കുന്നു, അത് ഈശോയെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ 29-30 അവിടെ അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പിതാവുമായി ഈശോയുടെ ബന്ധം പറയുന്ന ഭാഗമാണ്. 30-ാമത്തെ വാക്യം യോഹന്നാൻ 8:30. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇതുപോലെ, അത് നമ്മുടെ ഈ ജന്മന അന്ധനായ ആള്, അവന് മനസ്സിലായി. അവൻ്റെ മുമ്പിൽ വന്ന് യേശു പറഞ്ഞു, അവൻ ആരാണ്? മനുഷ്യപുത്രനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ യേശു പറയും, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. അപ്പോൾ അവൻ പറയും, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ യേശുവിനെ പ്രണമിച്ചു. ഇത് ഈശോയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി കാണിയില്ലേ. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, അപ്പോൾ അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിനവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, ഈ വാക്കുകൾ പിശാചു ബാധിതൻ്റെതല്ല, പിശാചിന് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ? ഇത് ഈശോയെ ആശ്വസിപ്പിച്ചു. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വചനം, അത് ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷ ഭാഗത്തു നിന്നുള്ളതാണ്. അങ്ങനെ വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭിന്നത, അത് യേശു ദൈവപുത്രനാണ് എന്ന് പറയുക, അതെല്ലാവരും അറിയിക്കുക എന്ന പ്രോസസ്സിൽ അവർക്കിടയിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി. വളരെ പേർ അവനിൽ വിശ്വസിച്ചു. യേശു അനുഭവമുണ്ടായ, സൗഖ്യം കിട്ടിയ അന്ധനായ ആ മനുഷ്യൻ പോലും കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കൽ പ്രണമിച്ചു. അപ്പോൾ ഇത് സംഭവിക്കണം. ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ പോലും നമുക്ക് ഒരു ഭിന്നത നമുക്കുണ്ടാണ് നമ്മുടെ ഉള്ളിൽ. ഞാൻ ഈ ചെയ്യണത് ശരിയല്ല, പള്ളിയിലിരുന്ന് സംസാരിക്കുന്നത് ശരിയല്ല, ഇവിടെ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുണ്ട്. ഇവിടെ മുൻപ് കൊങ്കിണി കുർബാന അർപ്പിച്ചതിനെ തുടർന്ന് ഇവിടെ പരിശുദ്ധ കുർബാന, ഇവിടെ അത് വാഴ്ത്തിയ കുർബാന ഇവിടെ വലിയ ബോക്സിൽ ഇവിടെ പുറത്തെടുത്തു വച്ചിരിക്കുക. അപ്പോൾ അത്രയും
അനുഗ്രഹമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് ശരിയല്ലല്ലോ, ഞാൻ ഈ ചെയ്യണ ശരിയല്ലല്ലോ എന്നൊരു ചിന്ത നമ്മിൽ ഉണ്ടാകണം. എന്നാലേ ഈശോ വിജയിക്കൂ. നമുക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഇപ്പം എന്ത്, ഞങ്ങളിപ്പോൾ ഭയങ്കര യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, ഞങ്ങളിപ്പോൾ ഇത്തിരിയേറെ സംസാരിച്ചാൽ എന്ത്, ഇങ്ങനെ എല്ലാം ലാഘവത്തോടെ കാണുന്നത്. വെറുതെ അങ്ങനെ പറയുക, ഈശോ അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ് എന്നൊക്കെ അങ്ങ് പറയുക, ഇതെല്ലാം നിസ്സാരമായി കാണുക. അത് ശരിയാണോ പ്രിയ ദൈവമക്കളെ? ഈശോയുടെ കുരിശുമരണം നിസ്സാരമാണോ? ഈശോയുടെ ഈ ബലിയർപ്പണം നിസ്സാരമാണോ? ഈശോയുടെ നമുക്ക് പാപമോചനത്തിനായി തന്നിരിക്കുന്ന കുമ്പസാരം നിസ്സാരമാണോ? പരിശുദ്ധ ബലിയർപ്പണം നിസ്സാരമാണോ? ഇതിനെക്കുറിച്ച് നമുക്ക് ഞാൻ ചെയ്യണത് ശരിയല്ല കർത്താവേ, ഞാൻ ചെയ്യണത് ശരിയല്ല കർത്താവേ, ഈ പോക്ക് പോയാൽ ശരിയാകുകയില്ല എന്ന ഒരു ഭിന്നത ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഈശോ വിജയിക്കുക. ഈശോയെ ജയിപ്പിക്കണം. അങ്ങനെ സത്യത്തിലേക്ക് കടന്നു വരണം. നമ്മൾ സത്യമറിയണം. ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായതുപോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈശോയ്ക്കെതിരായ സംസാരം മാത്രമല്ല, ഈശോയ്ക്ക് വേണ്ടിയുള്ള സംസാരം കൂടി ഉണ്ടാകണം. ഈശോയ്ക്കെതിരായ, ഈശോയ്ക്ക് ചേരാത്ത ചിന്തകൾ ഉണ്ടല്ലോ, ഈശോയ്ക്ക് ചേരാത്ത പ്രവൃത്തികൾ ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. ഇല്ല, നമുക്കറിയാമല്ലോ നമ്മുടെ അവസ്ഥ, എത്രമാത്രം നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവൃത്തികൾ കൂടി വരണം. ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ചിന്തകൾ കൂടി വരണം. ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവൃത്തികൾ കൂടി വരണം. അങ്ങനെ അത് മേൽക്കോയ്മ പ്രാപിക്കണം. അവസാനം ഈശോയ്ക്ക് വേണ്ടി മാത്രം ആകണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലാകിയല്ല, കാരണം നമ്മൾ അതിനു വേണ്ടി പലരും ശ്രമിക്കുന്നൊന്നുമില്ല. ഈശോയെ അറിയാനോ, ബൈബിള് വായിക്കാനോ, പഠിക്കാനോ, പ്രസംഗങ്ങൾ കേൾക്കാനോ ഒന്നും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നില്ല. നമുക്ക് ഈശോയെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. 4 പേര് ഇവിടെ വന്നു, അതിൽ 3 പേര് അക്രൈസ്തവരാ. അതിൽ 2 പേര് മുട്ടിന് നിരങ്ങി പ്രാർത്ഥിച്ചു. അക്രൈസ്തവരെ മുട്ടിന് നിരങ്ങി പ്രാർത്ഥിച്ചു. അവർക്ക് ചെയ്യണം തോന്നി. മകനെ, നീ എന്ത് നിയോഗമാണ് വെച്ചത് എന്ന് ചോദിച്ചു. ഞാൻ എല്ലാവരും ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ അത് ചെയ്യണമെന്ന് തോന്നി. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി നിയോഗമൊന്നും വെച്ചില്ല. പക്ഷേ എന്നോട് കുറേ പേര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ പലരും പല മേഖലകളിലും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് അച്ഛാ അത് ചെയ്തത്. കണ്ടോ, നന്മ വരുന്നത് കണ്ടോ? ഈശോയുടെ സഹനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു കുഞ്ഞു വേദന എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അക്രൈസ്തവന് പോലും തോന്നിത്തുടങ്ങി. അപ്പോഴാണ് പ്രിയ ദൈവ പൈതലേ, നിന്റെ ദൈവത്തിന് വേണ്ടി ഒരു നിമിഷം പോലും നിനക്ക് മാറ്റിവെക്കാൻ നിനക്ക് എന്തേ തോന്നാത്തത്? നിന്റെ ദേവാലയത്തിൻ്റെ വിശുദ്ധി പാലിക്കാൻ നിനക്ക് എന്തേ തോന്നാത്തത്? ഒരു 2 ആഴ്ച മുൻപ് ഒരു കുടുംബം ഇവിടെ വന്നു. അപ്പോൾ അവർക്ക് വിദേശ ജോലി കിട്ടി, പക്ഷെ വിസ വരുന്നില്ല. അപ്പോഴാണ് ഇവിടെ നിന്നൊരു ദൂത് കേട്ടത്, അൾത്താരിൽ നിന്നൊരു ദൂത് കേട്ടത്, ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കൂ. അപ്പം 2 പേർക്ക് ഈസ്റ്ററിന് മുൻപ് തന്നെ ഈസ്റ്റർ ഗിഫ്റ്റ് കിട്ടിയ സംഭവം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മാർച്ച് 14-ാം തീയതി അങ്ങനെ പ്രാർത്ഥിച്ചു. എല്ലാ ഞായറാഴ്ചയും ഈസ്റ്ററിന് തുല്യമാണല്ലോ. അങ്ങനെ ഈസ്റ്ററിന് മുമ്പ് തന്നെ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി. ജർമ്മൻ വിസ വന്നു. പേരിന് പോലും തടസ്സങ്ങളുണ്ട്, അഡ്രസ്സിന് തടസ്സങ്ങളുണ്ട്. വിസ വരാൻ കുറേ താമസമെടുക്കേണ്ട കേസാണ്. എന്നിട്ടും വിസ വന്നു. ഏപ്രിൽ 1-ന് ജർമ്മനിക്ക് പോയി. മറ്റൊരാൾ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മകൻ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ മകൻ ഇങ്ങനെ ഒരു ദൂത് കേട്ടു, ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കൂ. എന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ ചോദിക്കാൻ നമുക്ക് നാണമാകിയല്ലേ? എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ചോദിക്കണ്ടേ? എൻ്റെ വിശ്വാസവും എൻ്റെ സ്നേഹവും എൻ്റെ ദേവാലയ വിശുദ്ധീകരണവും, ഇല്ല, ദേവാലയത്തിൽ ഞാൻ ഭയഭക്തി ആദരവോടെ എൻ്റെ പെരുമാറ്റവും, എൻ്റെ കുമ്പസാരം, എൻ്റെ കുർബാന സ്വീകരണം, ഇതെല്ലാം കൊടുത്തിട്ട് ചോദിക്കാനുള്ള ആ ഉൾവെളിച്ചം അവന് കിട്ടി. അവൻ കൂടെ കുമ്പസാരിച്ചു. പറയാണ്, കഴിഞ്ഞ 8 മാസമായി ഞാൻ കൂടെ കുമ്പസാരിക്കുന്നുണ്ട്. അവൻ ഇന്ന് അമേരിക്കയിലാണ്. ഈസ്റ്ററിന് മുമ്പ് തന്നെ അവൻ പോയി. അപ്പോൾ അങ്ങനെ 2 ആഴ്ച മുമ്പ് വന്ന കുടുംബം ഇത് കേട്ടു.
ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും, ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും. അവരിന്നിവിടെ വന്നിട്ടുണ്ട്, അവർക്ക് ആ വിദേശത്തേക്കുള്ള വിസ റെഡിയായി. പ്രിയ ദൈവ പൈതലെ, നിന്നെ അനുഗ്രഹിക്കണം ദൈവത്തിന് നല്ല ആഗ്രഹമുണ്ട്. നീ പക്ഷെ നിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭിന്നതയാണ്. ആ ഭിന്നത പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കണം. നീ ദൈവത്തിന് വേണ്ടി നിലകൊള്ളൂ. അത് ദൈവത്തെ ആശ്വസിപ്പിക്കും. വളരെ പേർ അവനിൽ വിശ്വസിച്ചത്, ആ ജന്മന അന്ധനായ ആള് അയാൾക്ക് സൗഖ്യം കിട്ടിയത് അയാൾക്ക് വലിയ അനുഭവമായി. യേശുവെന്ന പേരുള്ള മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തിയെന്ന് ആളുകളുടെ മുമ്പിൽ പറഞ്ഞു. അത് ധിക്കരിച്ചവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ പിന്നെയും ചോദിക്കുന്നു? നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചു. ഈശോയുടെ ശിഷ്യരാണെന്ന് പറയുന്ന ദൈവമക്കളെ, ഈശോയുടെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്ന മക്കളെ, എന്തെങ്കിലും ഒരു ഗുണം, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഗുണം നിങ്ങൾ കാണിക്കൂ. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും. ഈ തപസ്സുകാലം അനുഗ്രഹമാകട്ടെ, ഈ വിശുദ്ധവാരം അനുഗ്രഹമാകട്ടെ. വിശുദ്ധവാരത്തിൽ പെസഹവേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഈ ശുശ്രൂഷകൾ ഒരൊറ്റ ശുശ്രൂഷയാണ്. അത് മുടക്കാതെ പങ്കുചേർന്നുകൂടി നിങ്ങൾ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കൂ. ഏപ്രിൽ 20 മുൻപ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഈശോ മാറ്റിത്തരും. കാരണം ഈശോയ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുർബാന തുടരാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ ക്രിസ്തുവ മുഴുവൻ്റെ നന്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ നീ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. ദൈവമേ, കരുണാമയനായ അങ്ങ് ബലിപീഠങ്ങളിൽ യോഗ്യതയോടെ നിരന്തരം ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ അർഹരാക്കുകയും അവയുടെ നിത്യമായ പങ്കാളിത്തം വഴി രക്ഷിക്കപ്പെടാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനം വഴി സർവലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങേ പ്രാഭവത്തിന്റെ പൊരുൾ ഗ്രഹിച്ചു. അതുപോലെ തന്നെ കുരിശിന്റെ വാച്യമായ ശക്തിയാൽ ക്രൂശിതന്റെ ആധിപത്യവും ലോകത്തിന്റെ വിധിയും വെളിപ്പെടുത്തി. ആകയാൽ എല്ലാ മാലാഖമാരോടും
വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മലയും വീണ്ടരവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും
അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി ഞങ്ങൾ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ബലിയുടെ നിത്യമായ സംരക്ഷണം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയാതിരിക്കുകയും ദോഷകരമായതെല്ലാം ഞങ്ങളിൽ നിന്ന് എപ്പോഴും അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി
അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.